അങ്ങ് ഫിനാൻസ് കമ്മീഷൻ്റെ 15ാമത് ഫിനാൻസ് കമ്മീഷൻ 16ാമത് ഫിനാൻസ് കമ്മീഷനായി മാറിയ കാര്യവും ഞങ്ങൾക്ക് 1.92 കിട്ടിയെന്ന് പറഞ്ഞു. അതിനൊന്നും ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. ഈ സംസ്ഥാനത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ധവളപത്രം സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വരുന്നുണ്ട്. മനസ്സിലായോ? വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ പറഞ്ഞതിനൊക്കെയുള്ള മറുപടി, കൃത്യമായ മറുപടി അതിൻ്റെ അകത്തുനിന്നുണ്ട്. അന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി, ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കാര്യം ഞാനത് വൈറ്റ് പേപ്പറിൽ സഭയുടെ മുമ്പിൽ വെക്കേണ്ട ഒരു സുപ്രധാനമായ രേഖയാണ്. ആ വൈറ്റ് പേപ്പറിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള പരിമിതികളുണ്ട്. അത് അനൗചിത്യവുമാണ്, ഒരു ഇംപ്രോപ്രൈറ്റി അതിൻ്റെ അകത്തുണ്ട്, അത് നേരത്തെ പറഞ്ഞാൽ. അതുകൊണ്ട് ആ പേപ്പർ വയ്ക്കുമ്പോൾ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയും. കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി, ഇപ്പോൾ എന്ത് 16ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ എന്ത് കിട്ടുന്നില്ല എന്നൊക്കെ കൃത്യമായി അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ടല്ലോ, അതാണല്ലോ ഇപ്പോൾ ഞങ്ങളുടെ തോളത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി ആ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് ഞങ്ങളതൊരു ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ പേപ്പർ, അത് ഈ കേരളത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ പേപ്പറാണ്. അതിനുള്ള മറുപടി ഉണ്ടാവും. അതുകൊണ്ട് ഈ കാര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്ന് ഞാൻ ബഹുമാനപൂർവ്വം അങ്ങേ അറിയിക്കുന്നു.